അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശൈഖ് അബ്ദുൽ ഖാദിർ ഖൈലാനി എന്നോവർ ശൈഖന്മാർക്കെല്ലാവർക്കും ഖുതുബായി വന്നോവർ. അല്ലാഹ് സ്നേഹിച്ച് മുഹീദ്ദീൻ എന്നോവർ അറ്റം ഇല്ലാതോളം മേൽമ ഉടയോവർ. മേന്മയാൽ സ്വൽപ്പം പറയുന്നു ഞാനിപ്പോൾ, മേൽമ പറയുൽപ്പലവണ്ണം ഉള്ളോവർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനബറുകളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. അൽഹംദുലില്ലാഹ്, 6ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. മഹാനബറുകളുടെ ജീവിത ശൈലിയും മഹാനബറുകളുടെ കറാമത്തുകളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശൈഖ് അലി ഇബ്നുൽ ഹീത്ത് റളിയല്ലാഹു അൻഹു പറയാം, എന്റെ കാലഘട്ടത്തിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ കറാമത്തുകൾ കാണിച്ച മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു അഹദൻ മിൻ അഹ്ലി സമാനി അക്സറ കറാമത്ത് മിൻ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനബറുകളിൽ നിന്ന് ഒരു കറാമത്ത് കാണണമെന്ന് ആർ എവിടെ വെച്ച് ആഗ്രഹിച്ചാലും അത് കാണാമായിരുന്നു. وكان لا يشاء أحد أن يرى منه كرامة في أي وقت شاء إلا رآها. ചില സമയങ്ങളിൽ മഹാനബറുകളിൽ നിന്ന് കറാമത്തുകൾ വെളിവാവുകയും ചിലപ്പോൾ മഹാനബറുകളിൽ തന്നെ കറാമത്തുകൾ വെളിവാവുകയും ചെയ്യുമായിരുന്നു. അബ്ദുല്ലാഹി ദിയാൽ റളിയല്ലാഹു അൻഹു പറയാം, ഹിജ്റ 560 ഞാൻ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുയുടെ മദ്രസയിൽ നിൽക്കുമ്പോൾ ഒരു ഊന്നുവടിയും കയ്യിൽ പിടിച്ച് ശൈഖ് അവറുകൾ വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. പ്രസ്തുത ഊന്നുവടിയിൽ എന്തെങ്കിലും ഒരു കറാമത്ത് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ കരുതി. ശൈഖ് അവറുകൾ എന്നെ നോക്കി പുഞ്ചിരിച്ച ശേഷം അത് ഭൂമിയിൽ കുത്തിവെക്കുകയാണ്. അതോടെ ആകാശ ലോകത്തേക്ക് അതിൽ നിന്ന് പ്രകാശം ഉയരുന്നത് ഞാൻ കണ്ടു. അല്പനേരം കഴിഞ്ഞ ശേഷം ശൈഖ് അവറുകൾ വടിയെടുത്തു. അതോടെ അത് പൂർവ്വസ്ഥിതിയിലാവുകയും എന്നോട് ശൈഖ് അവറുകൾ ചോദിച്ചു, യാ ദിയാൽ അൻത അറദ്തു ഹാദാ, ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? സുബ്ഹാനല്ലാഹ്, ഉദ്ദേശിക്കുമ്പോഴേക്ക് കറാമത്ത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഗൈബ് അറിയുന്ന ഒരു മഹാനാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുയുടെ ഊന്നുവടിയുടെ ഒരു കറാമത്താണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ എത്രയോ കറാമത്തിന്റെ വലിയൊരു ഉടമയാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആര് നിഷേധിച്ചാലും നമുക്ക് പ്രശ്നമല്ല. മദീനയിൽ നിന്ന് ഏകാന്തനായ ബഗ്ദാദിലേക്ക് മടങ്ങുന്ന വഴി ഒരു കള്ളൻ ശൈഖ് അവറുകളുടെ മുന്നിൽ പെടുകയാണ്. പ്രസ്തുത വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ കൊള്ളയടിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു അയാൾ. ശൈഖ് അവറുകൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? മൻ അൻത? അന മിൻ അഹ്ലിൽ ബാദിയ ബൽ അന അബ്ദുൽ ഖാദിർ. ഞാൻ വനപ്രദേശത്ത് ജീവിക്കുന്നവനാണ്. അയാൾ പാപക്കരി പുരുണ്ടവനാണെന്ന് ലൗഹിൽ എഴുതപ്പെട്ട വിവരം ശൈഖ് അവറുകൾക്ക് അതാ കസ്ഫ് മുഖേന ലഭിച്ചു പോയി. നിലനെ കൊടുഫാനും നിലനെ കളയാനും നായന്നവർ കാണുവാദം കൊടുത്തോവ വേണ്ടിയിട്ട് വല്ലോരോ വസ്തുലേ നോക്കൂകിൽ വേണ്ടിയാവണ്ണം ആ
ദീനെ ആക്കുന്നോവർ. അയാള് പാപ കരിപുരണ്ടവനാണെന്ന് ലൗഹിൽ എഴുതപ്പെട്ട വിവരം ശൈഖ് അവറുകൾക്ക് കശ്ഫ് മുഖേന ലഭിച്ചു പോയി. അതോടൊപ്പം ഈ ശൈഖ് ഗൗസുൽ ആലമാകാൻ സാധ്യതയുണ്ടെന്ന ചിന്ത ആ കള്ളന്റെ മനസ്സിൽ വന്നു. ശൈഖ് അവറുകൾ പറഞ്ഞു, അല്ല, ഞാൻ അബ്ദുൽ ഖാദിറാണ്. ഇത് കേട്ടപാടെ അയാൾ യാ സയ്യിദി അബ്ദുൽ ഖാദിർ ശൈഅൻ ലില്ലാഹ് എന്ന് വിളിച്ച് ശൈഖ് അവറുകളുടെ കാലിൽ വീണു. ശൈഖ് അവറുകൾക്ക് മഹാനവറുകളോട് ശൈഖ് അവറുകൾക്ക് മനുഷ്യനോട് ദയ തോന്നുകയാണ്. അയാളെ സന്മാർഗത്തിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു അശരീരി കേൾക്കുന്നു, യാ ഗൗസുൽ ആലം, കള്ളന് നിങ്ങൾ നേർമാർഗം കാണിക്കുക, മഹബൂബിങ്ങളുടെ മാർഗത്തിലേക്ക് വഴി കാണിക്കുക, അവരെ കുത്തുബാക്കി മാറ്റുക. ശൈഖ് അവറുകൾ ആ കള്ളനൊന്ന് നോക്കിയതോടെ അയാൾ കുത്തുബായി മാറി. സുബ്ഹാനല്ലാഹ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇവിടെ കള്ളനെ കുത്തുബാക്കുന്നു. ഇത് മഹാന്മാരുടെ ഒരു നോട്ടമാണ്. മഹാന്മാരുടെ മനസ്സിൽ ഇടം പിടിക്കണം. അതാ നഹ്വ് പണ്ഡിതനായ അബുൽ ബഖാഉൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുയുടെ മജ്ലിസിൽ പങ്കെടുത്തു. പ്രസ്തുത സദസ്സിൽ വെച്ച് തെറ്റായ രൂപത്തിൽ വായിക്കുന്നത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ശൈഖ് അവറുകൾ അത് തിരുത്താത്തതെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ശൈഖ് അവറുകൾ പറഞ്ഞു, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. ചില ആളുകൾ അറിവിന്റെ ഏതെങ്കിലും ചില അധ്യായങ്ങൾ പഠിച്ച് വിമർശിക്കും. അബുൽ ബഖാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് കേട്ടപ്പോൾ അത് എന്നെ കുറിച്ചായിരിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ശൈഖ് അവറുകൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കേട്ട ഉടനെ ഞാൻ മനസ്സിൽ തൗബ ചെയ്തു. ശൈഖ് അവറുകൾ പറഞ്ഞു, നിങ്ങളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഗൈബ് അറിയുന്ന ഒരു മഹാനാണ്. ആരെയും പരിഹസിക്കരുതേ, ആരെ കുറിച്ച് മോശമായത് ചിന്തിക്കാൻ പോലും ഇവിടെ പാടില്ല സഹോദരന്മാരെ. അതാണ് ഇവിടെ പറഞ്ഞത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. സഹോദരന്മാരെ, ഇങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകും മഹാനവറുകളുടെ കറാമത്തുകൾ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി കറാമത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനവറുകളുടെ കാവൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.